വെൽക്കം ടു റോഷ്നാസ് വൈബ്സ്. എൻ്റെ പേര് റോഷ്ന. അപ്പം ഞാൻ ഇന്ന് നിങ്ങൾ തമിഴിൽ കണ്ട പോലെ ഇതെൻ്റെ ഫസ്റ്റ് ഡേ ആണ് കോളേജിൽ. അപ്പം ഇന്ന് വെൽക്കം ഡേ ആണ്, ഓറിയൻറ്റേഷൻ ഡേ. അപ്പം നമുക്ക് കോളേജ് എങ്ങനെയുണ്ടെന്ന് കണ്ടാലോ. ഭയങ്കര സ്നോ ആണ് കേട്ടോ, -4 ഡിഗ്രി ആണ്. അപ്പം നമുക്ക് കോളേജിലോട്ട് പോകാൻ പറ്റുന്നത്. ഇവിടുന്ന് റോഡ് ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കാണുന്നതാണ് കോളേജിൻ്റെ എൻട്രൻസ്. റോഡ് ക്രോസ് ചെയ്യണം. ഇത് കണ്ടു, ഹോവൻ വെൽക്കം സെൻറ്റർ, സ്റ്റുഡൻറ്റ് റിക്രിയേഷൻ സെൻറ്റർ. കാർ പാർക്കിംഗ്, വെൽക്കം സെൻറ്ററിൻ്റെ ഇൻഫോർമേഷൻ തരാം, സെക്യൂരിറ്റി ഇരിക്കുന്ന സ്ഥലം. ഇതാണ് സ്റ്റുഡൻറ്റ് റിക്രിയേഷൻ സെൻറ്റർ. വെൽക്കം സെൻറ്ററിൽ പോയപ്പോൾ അവർ പറഞ്ഞു റിക്രിയേഷൻ സെൻറ്ററിലാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നടക്കുന്നതെന്ന്. അപ്പം ഞാൻ ഓടി റിക്രിയേഷൻ സെൻറ്ററിലോട്ട് വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ റിക്രിയേഷൻ സെൻറ്റർ. ഇവിടെയാണ് നമ്മുടെ വെൽക്കം പാർട്ടി അല്ലെങ്കിൽ ഓറിയൻറ്റേഷൻ ഡേ നടക്കുന്നത്. പിന്നെ ഇവിടെ സ്റ്റുഡൻസ് എല്ലാവരും വരും, അതായത് ന്യൂ സ്റ്റുഡൻസും വരും, റിട്ടേണിങ് സ്റ്റുഡൻസ്, ഓൾഡ് സ്റ്റുഡൻസ് എല്ലാവരും വരും കേട്ടോ. ഇങ്ങനെയുള്ള പല പല കാഴ്ചകളൊക്കെ നമുക്കിവിടെ കാണാൻ പറ്റും. നമുക്കെല്ലാവരും പരിചയപ്പെടാം. ഇവിടെ ഫ്രീ ജിമ്മ് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇപ്പോൾ ഗെയിം കളിക്കുന്ന PS5, PS4 എല്ലാ കാര്യങ്ങളും ഉണ്ട് കേട്ടോ. സോ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. കോളേജിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചു. ടയേർഡായപ്പോൾ ഇവിടെ ഒരു ക്യൂ കണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു അവർ ഫ്രീ ആയിട്ട്. അപ്പുറത്ത് വേറെ എന്തൊക്കെയാണ് ഫ്ലേവേർഡ് ആയിട്ടുള്ള എന്താ പറയുക, സ്പാർക്ക്ലിംഗ് വാട്ടർ, അതൊക്കെ വേറെ എന്തൊക്കെയുണ്ട്. ഇവിടെ ബ്രൗണി, ഹോട്ട് ചോക്ലേറ്റ്, അങ്ങനത്തെ ഒക്കെ. ഒരു ബ്രൗണി എടുത്തു, ഒരു ഹോട്ട് ചോക്ലേറ്റ് എടുത്തു. ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് മോസറല്ല ചീസിൻ്റെ ഒരു പപ്സ് പോലെ ഉണ്ട്, അത് ഇല്ലെങ്കിൽ സമോസ എടുക്കാം. ഞാൻ ബ്രൗണി ഹോട്ട് ചോക്ലേറ്റ് എടുക്കാം. ഭയങ്കര നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമുക്കിങ്ങനെ ഫോട്ടോസൊക്കെ എടുക്കാം കേട്ടോ. ഇത് ബാസ്കറ്റ് ബോളിൻ്റെ കോർട്ടാണ്. അപ്പം ഇതിൻ്റെ മേലിലാണ് ഫിറ്റ്നസ് സെൻറ്റർ ഉള്ളത്. നമുക്ക് ജിമ്മുണ്ട്, ഫ്രീ ആയിട്ട് ജിമ്മ് യൂസ് ചെയ്യാം നമ്മുടെ കാർഡ് യൂസ് ചെയ്തിട്ട് കോളേജിൻ്റെ. ഇതാണ് ഫിറ്റ്നസ് സെൻറ്റർ. ഇതിൽ നമുക്ക് കാർഡ് ടാപ്പ് ചെയ്തിട്ട് യൂസ് ചെയ്യാം. ഫ്രീ ആണ് സ്റ്റുഡൻസിനും പ്രൊഫസേഴ്സിനും ഇവിടുത്തെ സ്റ്റാഫ്സിനും എല്ലാം, എല്ലാവർക്കും ഫ്രീ. ലോക്കറുണ്ട്, നമുക്ക് എല്ലാം ട്രെയിനിങ് അല്ലാത്തത് എല്ലാം ഉണ്ട്. അപ്പം ഇത് ഫിറ്റ്നസ് സെൻറ്ററിൻ്റെ പുറത്താണ് കേട്ടോ. ഇപ്പം അകത്ത് കയറി നമുക്കെല്ലാം യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 കാർഡ് വേണം. അത് ഞാൻ ഇനി വാങ്ങിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പം ഇവിടെ എല്ലാം ഉണ്ട്. നമുക്ക് ബാഡ്മിൻ്റൺ വേണമെങ്കിൽ ബാഡ്മിൻ്റൺ കളിക്കാം, ടേബിൾ ടെന്നീസുണ്ട്, ടെന്നീസ് ഉണ്ട്, എല്ലാം മറ്റുള്ള ആക്ടിവിറ്റീസ് ഉണ്ട്. PS4, PS5 അതും ഉണ്ട്. പിന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്, എല്ലാം ഫ്രീ ആയിട്ട് ആക്സസ് ഉണ്ട്. ആ ഒരു കാർഡ് കിട്ടുവാണെന്നുണ്ടെങ്കിൽ കാർഡ് ടാപ്പ് ചെയ്തിട്ട് വേണം നമ്മൾ എല്ലാം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ജസ്റ്റ് കാർഡ് കാണിച്ച ഉടനെ നമുക്ക് ലോക്കറിൽ എന്തെങ്കിലും വെക്കണമെന്നുണ്ടെങ്കിൽ വെക്കാം, എന്നിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അങ്ങനെ ഓക്കെ, എല്ലാ കാര്യങ്ങളും ഉണ്ട്. വെയ്റ്റ് ട്രെയിനിങ്ങും മറ്റുള്ള എക്സസൈസ്, റെസിസ്റ്റൻറ്റ് ബാൻഡ്സ്, ബാർബെൽസ്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഒന്നുമില്ല ഇല്ലാത്തത്, എല്ലാ സംഭവങ്ങളും ഉണ്ട്. അപ്പോൾ ഇനി നമുക്ക് 1 കാർഡ് വാങ്ങിച്ചിട്ട് വരാം. ഈ സ്നോയിൽ കൂടെ നമ്മൾ നടന്ന് 1 കാർഡ് വാങ്ങിക്കാൻ വേണ്ടി പോകണം. അതൊരു വലിയ ക്യൂ ആണെന്നാണ് ഞാൻ കേട്ടത്. നമുക്ക് നോക്കാം എന്തായാലും. 1 കാർഡിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ബെനിഫിറ്റ് ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ബസ്സിലും ട്രാമിലൊക്കെ ട്രാവൽ ചെയ്യുമ്പോൾ ജസ്റ്റ് ടാപ്പ് ചെയ്താൽ മതി. അതിൽ നമുക്ക് പേ ചെയ്യേണ്ട ആവശ്യമില്ല.
ലൈൻ, 1 card കാർഡ് പ്രിൻറ്റിംഗ് സ്റ്റേഷൻ, എംപ്ലോയി കാർഡ്സ്. നമ്മുടെ സർനെയിമിൻ്റെ ഫസ്റ്റ് ലെറ്ററിൽ ആണ് നമ്മൾ പോയി നിൽക്കേണ്ടത്. ഇത്രയും ക്യൂ ഉണ്ട്. സമ്മറിലൊക്കെ ഇവിടെ ഇരിക്കാൻ പറ്റും, ബട്ട് ഇവിടെ ഇപ്പോൾ സ്നോ വന്നിട്ട് ഇരിക്കാനൊന്നും പറ്റില്ല. പൊളി സ്ഥലം. നമ്മൾ റിക്രിയേഷൻ സെൻറ്ററിൽ നിന്ന് നേരെ ഇനി വെൽക്കം സെൻറ്ററിലോട്ട് പോയിട്ട് അകത്ത് കയറുന്നില്ല. അവിടുന്ന് ലെഫ്റ്റ് എടുത്ത് വീട്ടിലോട്ട് നടന്ന് പോകാൻ പോവാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. കോളേജിൻ്റെ ബാക്കി വിശേഷങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ. ജാക്കറ്റ് ക്ലോസ് ചെയ്തു, കുടി എടുത്തിട്ടു. രക്ഷയുടെ ഭയങ്കര തണുപ്പ്. ഭയങ്കര വഴുക്കലാണ്. അതിൻ്റെ താഴെ പോകുന്നറിയില്ല. അതും കൂടെ ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തേക്കാം. സംസാരിക്കാൻ പറ്റുന്നില്ല. വീട്ടിലോട്ട് പോവുകയാണ്. തലയുടെ അവസ്ഥ ഇങ്ങനെ ആയിക്കഴിഞ്ഞാൽ കുറച്ച് ശ്രദ്ധിക്കണം. നമ്മൾ നടക്കുമ്പോൾ ഭയങ്കരമായിട്ട് സ്ലിപ്പാവും. കണ്ടോ, ഇത് കുറച്ച് സ്ലിപ്പാവും. നമ്മൾ ഫ്രീസറിൽ കുറേ ഐസ് വന്നു കഴിഞ്ഞാൽ കുറച്ചൊരു ക്രിസ്റ്റൽ പോലെ ആവുന്നില്ലേ, അതുപോലെയാണ് ഇപ്പോൾ റോഡ്. കണ്ടോ, ഇപ്പം മരത്തിൽ ഇലയൊന്നുമില്ല. മഞ്ഞ് വീഴുന്നത് നിന്നു. ഇല്ലായിരുന്നെങ്കിൽ ഇലയ്ക്ക് പകരം സ്നോ കാണാമായിരുന്നു. നമുക്ക് നല്ല രസം അത് കാണാൻ. എന്തൊക്കെയാണ് കോളേജിൽ നിന്ന്, അതായത് എന്തൊക്കെയാണ് നമുക്ക് ഈ ഒരു വെൽക്കം ഡേയിൽ എന്താ പറയുക, ഓറിയൻറ്റേഷൻ ഡേയിൽ കിട്ടിയത് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ കോളേജിൽ നിന്ന് എന്തൊക്കെയാണ് കൊണ്ടുവരുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതാണ് കോളേജിൻ്റെ അവിടെ എൻട്രൻസിന് എനിക്ക് തന്ന കണസ്റ്റോക്ക് കോൺടോഴ്സ് എന്ന് പറഞ്ഞിട്ട് ബാഗ്. ഒരു ബ്ലാക്ക് കളർ. പിന്നെ ഇതിൽ വേറൊരു ബാഗുണ്ട്, കണസ്റ്റോക്ക് കോൺടോഴ്സ്. വേറൊരു ബാഗ്, ഒരു ടിഷ്യൂ മെറ്റീരിയൽ, സ്റ്റുഡൻറ്റ് ഡെക്കറേഷൻ സെൻറ്റർ ഹൗസ്, ക്യു ആർ കോഡും കാര്യങ്ങളൊക്കെ, അവിടുത്തെ ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ. പിന്നെ അതിനകത്ത് ഒരു സ്റ്റിക്കർ കൺസ്ട്രക്ടർ കോൺട്രോൾസിന് എഴുതിയ. പിന്നെ വെൽനസ് സെൻറ്റർ ഫിറ്റ്നസ് റിലേറ്റഡ് ആയിട്ടുള്ള. പിന്നെ ഒരു പെൻ, ബ്ലാക്ക് കളറിൽ കൺസ്ട്രക്ടർ കോൺട്രോൾസിന് എഴുതിയ ഒരു പെൻ. ഇതിൽ അത്ര ഒഴിവായിരുന്നില്ല. പിന്നെ ചെക്ക് ലിസ്റ്റാണ്. ഇതാണ് ഫസ്റ്റ് കോപ്പി കിട്ടിയത്. സൂസൈഡ് പ്രോസസ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി നമുക്ക് വേണമെങ്കിൽ എടുത്താൽ മതി. പിന്നെ ഈ ഒരു വലിയ ബാഗിനകത്ത് ഒരു വാട്ടർ ബോട്ടിൽ ഉണ്ടായിരുന്നു. നമുക്കിങ്ങനെ ഹാങ് ചെയ്ത് വയ്ക്കാം. ബാഗാണ് നമ്മൾ ഐ ഡി കാർഡ് ഹാങ് ചെയ്യുന്നത്. ഓക്കെ, വാട്ടർ ബോട്ടിൽ, ചോക്ലേറ്റ്, ഇതൊരു കുക്കിയുണ്ട്. പിന്നെ കാർഡ്, ഇതേപോലത്തെ കുറേ കാർഡ്സാണ് കേട്ടോ. നിങ്ങൾക്ക് വെറുതെ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നെ നിങ്ങൾ ബോറടിപ്പിക്കുന്നില്ല. ഓക്കെ, പിന്നെ വീണ്ടും കുറേ കാർഡ്സ്. പിന്നെ ഒരു ബ്ലാങ്കറ്റ്.
ഫാസ്റ്റാഗാണ് എഴുതിയിട്ടുണ്ട് ഇതിനകത്ത്. ഞാൻ കണ്ടിരുന്നു എടുത്ത് റെഡി ചെയ്ത് വെച്ചത്. കളർഫുള്ളായിട്ടുള്ളൊരു ബ്ലാങ്കറ്റ്. പിന്നെ ഇത് ID കാർഡ് ഇടേണ്ടതാണ്. ഫസ്റ്റ് ഓഫ് ക്രെഡിറ്റ് ട്രാൻസ്ഫർ. പിന്നെ ഒരു പെൻ. പിന്നെ ഇതെന്താണ്? ലിസ്റ്റ് ഓഫ് ഇത് ലിപ് ബാമാണ് കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ലിപ് ബാമാണ്. പിന്നെ എൻ്റെ കൂടെ പെൻ. ഇത് ബാഗിൽ ഓൾറെഡി ഉണ്ടായിരുന്നു. പിന്നെ കുറേ ഇങ്ങനത്തെ സ്റ്റിക്കേഴ്സ്. സ്റ്റുഡൻറ്റ് എക്സ്പീരിയൻസസ് ഇൻ ബിസിനസ്. ഇതൊക്കെ സ്റ്റിക്കറാണ്. സ്കൂൾ സ്റ്റാഫ് ഓയിൽ. പിന്നെ ഇത് അങ്ങനെ കുറേ സ്റ്റിക്കേഴ്സ്. ഇത്രേ ഉള്ളൂ. വേറൊന്നുമില്ല. ഇതിൻ്റെ സൈഡിൽ 2 മിനിറ്റ് പോക്കറ്റ് പോകുന്നുണ്ട്. ഓപ്പൺ ആണ്. ഓക്കെ, അത്രേ ഉള്ളൂ. സ്നോ വീണുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ വീണതൊന്നും പോരാഞ്ഞിട്ടാണോ പിന്നെ കേട്ടോ. അത്യാവശ്യം നല്ല സ്പീഡിലാണ്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് അറിയില്ല. അപ്പോൾ ഇത്ര ഉള്ളൂ വീഡിയോ. അപ്പോൾ നെക്സ്റ്റ് പുതിയ വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ ആൻഡ് താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.